ഹലോ ഗോയ്സ്, വെൽക്കം ടു മൈ ചാനൽ അയാൻസ് ട്രാക്സ്. ഞാൻ ഇന്ന് ഇമ്മൂനെ പോലത്തെ സ്പെഷ്യൽ പിള്ളേരെ കണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ മൂന്നാമതായിട്ട് സെലക്ട് ചെയ്യുന്ന കളറിംഗ് ആണേ. ഗോയ്സ്, കുറച്ച് നാൾ മുമ്പ് വരെ ഇമ്മുക്കോട്ടന് പെൻസിലോ കളറോ പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ബുക്ക് കാണുമ്പോഴേ അവൻ ഒറ്റയോട്ടായിരുന്നു, പിന്നെ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചു അവന് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാകുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ ഗൂഗിൾ ക്രോമിലും യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് ഫൈൻ മോട്ടോർ സ്കിൽസ് കൂട്ടാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇമ്മൂനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ വീണ്ടും അവനെ കൊണ്ട് കളറിങ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവൻ ഇരുന്ന് തരികയും ഇച്ചിരിയൊക്കെ പുറത്ത് പോവുമെങ്കിലും അവൻ നന്നായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വെക്കേഷനിൽ ഞാൻ അവനെ കൊണ്ട് നിരന്തരം ഇവനെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവൻ നന്നായിട്ട് 1-2 ലൈൻ മാത്രം പുറത്തു പോയിട്ട് ബാക്കിയുള്ള എല്ലാം ബോർഡറിൻ്റെ അകത്ത് തന്നെ അവൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. ഇവനെ കൊണ്ട് ഞാൻ വെക്കേഷന് വരപ്പിച്ച ബുക്സും പിന്നെ ഞാൻ ഇവനെ കൊണ്ട് വരപ്പിച്ച പിക്ചേഴ്സിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഇമ്മുക്കുട്ടനും കളർ ചെയ്യുന്ന കണ്ടോളൂ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബുക്സ് ആട്ടോ ഞാൻ ഇമ്മുക്കുട്ടനെ കൊണ്ട് വെക്കേഷനിൽ കളർ ചെയ്യിപ്പിച്ചത്. ഈ പിക്ചേഴ്സ് എല്ലാം ഞാൻ ഇമ്മുക്കുട്ടനെ കൊണ്ട് വെക്കേഷനിൽ കളർ ചെയ്യിപ്പിച്ചത് കേട്ടോ. ഇവൻ്റെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇതിനേക്കാളും നന്നായിട്ട് പടങ്ങൾ വരയ്ക്കുന്നിരിക്കും. എന്നാൽ ഇവൻ്റെ ഈ ബലഹീനതയിൽ ഇവൻ ഇത്രയും നന്നായിട്ട് വരയ്ക്കുന്നത് തന്നെ ഞാനൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഗായ്സ്, എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.